ശ്രീരാമനാമം ജപസാരസാഗരം. ബാലിയുടെ പരിഭവ ഭാഷം. എന്തു ഞാനൊന്നു നിന്നോടു പിഴച്ചതും, എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ? വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ? എന്തൊരു കീർത്തി ലഭിച്ചതിതു കൊണ്ടു ചിന്തിക്ക രാജകുലോത്ഭവനല്ലോ നീ. വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കണമേവനും. എന്തോന്നു സുഗ്രീവനാൽ കൃത്യമായതും, എന്തു മറ്റെന്നാൽ കൃതമല്ലയഞ്ഞതും? രക്ഷോവരണ്ടവ പത്നിയെ കട്ടതിൻ അർക്കാത്മജന ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാൻ എന്നെ എന്നാകിലോ? വിക്രമം മാമകം കേട്ടറിയുന്നില്ലേ? ആരറിയാത്തതോ മൂന്നു ലോകത്തിലും വീരനാമെന്നുടെ ബാഹുവരക്രമം. ലങ്കാപുരത്തെ ത്രികൂടാജലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ടു നിന്നന്തികെ വെച്ചു തൊഴുതേനുമാതരാൽ. ധർമ്മിഷ്ഠനെന്നോ ഭവാനെ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതേ. ധർമ്മമെന്തെന്നു ലഭിച്ചതേതോ കൊണ്ടു നിർമൂലമിങ്ങനെ? കാട്ടാളനെ പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറക നീ. വാനര മാംസമഭക്ഷ്യമത്രേ ബദ മാനസേ തോന്നിയാതെന്തിതു ഭൂപതേ? ഇത്തം ബഹുഭാഷണം ചെയ്തു ബാലിയോടുത്തരമായരുൾ ചെയ്തു രഘുത്തമൻ. ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമത്സരം നടക്കുന്നിതോ നീള ഞാൻ. പാപിയായോരധർമ്മിഷ്ഠനം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ. നിന്നെ വധിച്ചതോ ഞാൻ മോഹബദ്ധനായി, നിന്നെ നീ ഏതോ മറിയാഞ്ഞതോ മെടോ? പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ? ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ചുമേറ്റം മഹാപാപി. താപാമവർക്കതിനാലേ വരുമല്ലോ മര്യാദ നീക്കി നടക്കുന്നതവർകളെ. ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചതാ ധർമ്മസ്ഥിരേ വരുത്തും ധരണീതലേ. നിർമ്മലാത്മാ നീ നിരോപിക്ക മാനസേ, ലോകവിശുദ്ധി വരുത്തുവാനായി കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലാടവും. ഏറെ പറഞ്ഞു പോകായികവര അവരോടേതും പാപത്തിനായി വരും പാപികൾക്കേറ്റവും. യുദ്ധമരുൾ ചെയ്തതൊക്കവേ കേട്ടാ ശുചിത്ത വിശുദ്ധി ഭവിച്ചു കവീന്ദ്രനും. രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസംഭ്രമം. ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാൻ, യുദ്ധം മമാപരാധം ക്ഷമിക്കണമേ ശ്രീരാമ രാമ മഹാഭാഗരാഘവ. നാരായണൻ എന്തിരുവടി നിർണയം. ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ക്ഷമിക്കണം. നിന്തിരുമേനിയും കണ്ടു കണ്ടാശു നിന്നന്തികെ താവകമായ ശരമേറ്റു ദേഹ ഉപേക്ഷിപ്പതിന്നു യോഗം വന്നതാ ഭാഗ്യമെന്തൊന്നു ചൊല്ലാവതും. സാക്ഷാൽ മഹായോഗിനാമഭി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ. നിന്തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷനെ മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്ദുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ. കണ്ടുകണ്ടൻപോടു നിന്നുടെ സായകം കൊണ്ടോ മരിപ്പാനവകാശമിക്കാലമുണ്ടായതെന്നുടെ ഭാഗ്യാതിരേകമിന്നുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര. നാരായണൻ എന്തിരുവടി ജാനകി താരുമാതാവായ ലക്ഷ്മി ഭഗവതി. പങ്ക്തികണ്ഠൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്ക്തിരഥാത്മജന ജനിച്ചു ഭവാൻ. പത്മജൻ മുന്നമർത്ഥിക്കയാലെന്നതും പത്മവിലോചന ഞാനറിഞ്ഞിടിനേൻ.
നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടുമെന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ. എന്നോട് തുല്യ ബലനാകും അംഗദൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം. അർക്കതനയനും അംഗദബാലനും ഒക്കുമെനിക്കെന്നു കൈക്കൊള്ളുക വേണമേ. അമ്പും പകച്ചു തൃക്കൈ കൊണ്ടടിയനെ എന്നോട് മെല്ലത്തലോടുകയും വേണം. എന്നതു കേട്ടു രഘുത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ. മാനവ വീരൻ മുഖാംബുജവും പാർത്തു വാനരാദേഹമുപേക്ഷിച്ചു ബാലിയും യോഗീന്ദ്ര വൃന്ദ ദുരാപമായുള്ള ലോകം ഭഗവൽപദം ഗമിച്ചിടിനാൻ. രാമനായോരു പരമാത്മനാ ബാലി രാമപദം പ്രവേശിച്ചോരനന്തരം മർക്കടൗകം ഭയത്തോടോടി വേഗേന മുഖ്യതോ കിഷ്കിന്ധയായ പുരാജിരെ. ചൊല്ലിനാർ താരയോടാശു കവികളും സ്വർലോകവാസിയായി വന്നു കവീശ്വരൻ. ശ്രീരാമ സായകമേറ്റൂരണാജിരെ താരേ കുമാരനെ വാഴിക്ക വൈകാതെ. ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു കോപിച്ചു കൊൾക കിഷ്കിന്ധ മഹാപുരം. മന്ത്രികളോടു നിയോഗിക്ക നീ പരിപന്ഥികളുള്ളിൽ കടക്കാതിരിക്കണം. താരാവിലാപം. ബാലി മരിച്ചതു കേട്ടൊരു താരയും ഓലോല വീഴുന്ന കണ്ണുനീരും വാർത്ത് ദുഃഖേന വക്ഷസി താടിച്ചു ഗദ്ഗദാവാച പറഞ്ഞു പലതരം. എന്തിനെനിക്കിനെ പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും മേ വൃഥ. ഭർത്താവു തന്നോട് കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ. യുദ്ധം കരഞ്ഞവൾ ചെന്നു തൻ രക്തപാംസുക്കളണിഞ്ഞു കിടക്കുന്ന ഭർത്തൃകളേവരം കണ്ടു മോഹം പൂണ്ടു പുത്രനോടും കൂടെ ഏറ്റം വിവശയായി വീണിതു ചെന്നു പാദാന്തികെ. താരയും കേണു തുടങ്ങിനാൾ പിന്നെ പലതരം. ബാണമൈതെന്നെയും കൊന്നിടു നീ മമ പ്രാണനാഥനു പൊറാ പിരിഞ്ഞാലെടോ. എന്നെ പതിയോടുകൂടെയേക്കിലോ കന്യകാദാന ഫലം നിനക്കും വരും. ആര്യനാം നിന്നാലനുഭൂതമല്ലയോ ഭാര്യാവിയോഗജാ ദുഃഖം രഘുപതേ. വ്യഗ്രവും തീർത്തോരുമായുമായി വാഴ്ക നീ സുഗ്രീവരാജ്യഭോഗങ്ങളോടും ചിരം. യുദ്ധം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായരുൾ ചെയ്തു രഘുവരൻ. തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർതൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ. താരോപദേശം. എന്തിനു ശോകം വ്യഥാവൃഥ കേൾക്ക നീ. ബന്ധമില്ലേതോമിതിന്നോ മനോഹരെ. നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ദമ്മാസരക്താസ്തി കൊണ്ടെടോ. നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമോർക്ക നീ നിശ്ചയമാത്മാവോ ജീവൻ നിരാമയൻ. ഇല്ല ജനനം മരണവുമില്ല കേളല്ലലുണ്ടാകായികതൂതിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖ വിഷയവുമല്ലതു കേവലം. സ്ത്രീപുരുഷ ക്ലീബഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിയുക നീ. സർവകൻ ജീവനകൻ പരനദ്വയൻ അവ്യയനാകാശതുല്യനലേപകൻ. ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്നു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും. നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമായതും സച്ചിതാത്മാ നിത്യമായതോ ജീവനും. ദുഃഖ സുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധേ. എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ. യാതൊരളവു ദേഹേന്ദ്രിയാഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിനു അവിവേക കാരണാൽ നിർണയം. പാർക്കതാനെ വിനിവർത്തിക്കയില്ലടോ നാനാ വിഷയങ്ങളെ ധ്യായമാനനം. മാനവാനെങ്ങനെ എന്നതും കേൾക്ക നീ. മിഥ്യാഗമം നിജസ്വപ്നേ യഥാ തഥാ. സത്യമായുള്ളതു കേട്ടാരുമെങ്കിലോ നൂനമനാദ്യ വിദ്യാബന്ധഹേതുന
താനാമഹങ്കൃതിക്കാശൂതൽക്കാര്യമായി സംസാരമുണ്ടാം അപാർത്ഥകമായതും. സംസാരമോ രാഗദ്വേഷാദി സങ്കുലം മാനസം സംസാര കാരണമായതും. മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മനാ സകൃത ബന്ധം ഭവിക്കുന്നു. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണമായി വരും. വസ്തുതയ പർക്കലില്ല തദ്വ്യഞ്ജന ചിത്തെ നിരൂപിച്ചു കാൺക നീ സൂക്ഷ്മമായി. ബുദ്ധീന്ദ്രിയാദിരാമീപ്യമുണ്ടാകയാലെത്തുമാത്മാവിനു സംസാരവും ബലാൽ. ആത്മസ്വലിംഗമായോരോ മനസ്സിനെ താൽപര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവിക്ക കൊണ്ടു സംസാരേ വലയുന്നു. ആദവോ മനോഗുണൻ സൃഷ്ടാ തതസ്തദാ വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ. ശുക്ലരക്താസിത ഭേദഗതികളായി മിക്കതും തത്സമാന പ്രഭാവങ്ങളായി. ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാൽ എന്നുമാ ഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംഹാരകാലേ ജീവൻ അന്നുമനാദ്യ വിദ്യാവശം പ്രാപിച്ചു തിഷ്ടത്യഭിനിവേശത്താൽ പുനരതാ സൃഷ്ടികാലേ പൂർവവാസനയാ സമം ജായതേ ഭൂയോ ഘടിയന്ത്രവത്സദ മായാബലത്താലതാർപ്പൊഴിക്കാമെടോ യാതൊരിക്കൽ നിജ പുണ്യ വിശേഷേണ ചേതസി സത്സംഗതി ലഭിച്ചിടുന്നു. മൽഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോളവന്മതി മദ്വിഷയാ ദൃഢം ശ്രദ്ധയോമുണ്ടാകതാശ്രവണേ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതേ. മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും. ദേഹേന്ദ്രിയ മനഃപ്രാണാദികളിൽ നിന്നാഹന്ത വേറൊന്നു നൂനമാത്മാവിദോ സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരൂപമം നിഷ്കളം നിർഗുണം. യുദ്ധമറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോദിതം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖമവനില്ല. നീയം മയാ പ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കരകാമനോഹരേ. കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രാഹ്മണി തന്നെ ലയിക്ക നീ. ചിത്തെ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കലതു കൊണ്ടു രൂപവുമേവം നിനക്കു വാട്ടിത്തന്നു താപാമിനി കളഞ്ഞാലോമശേഷം നീ. മദ്രൂപമീദൃശം ധ്യാനിച്ചു കൊള്ളുകയും മദ്വചനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം. കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടൊരു താരയം വിസ്മയം പൂണ്ടു വണങ്ങിനാൾ. മോഹമകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാന ദുഃഖവും പൊക്കിനാൾ. ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയാൽ ആത്മബോധേന ജീവൻ മുക്തയായിനാൾ. മോക്ഷപ്രദനായ ജീവൻ മുക്തനായിനാൾ. തൽക്കാൽക്ഷണം സംഗമമാത്രേണ താരയും ഭക്തിമുടത്തിട്ടനാദിബന്ധം തീർന്നു മുക്തമായാളൊരു നാരിയെന്നാകിലും വ്യഗ്രമെല്ലാം അകാലെ പോയി തെളിഞ്ഞതു. സുഗ്രീവനുമിവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം കൊണ്ടു വിജ്ഞാനമോടതിസ്വസ്ഥനായ അന്തുലോ. സുഗ്രീവരാജ്യാഭിഷേകം. സുഗ്രീവനോടരുൾ ചെയ്താനന്തരം അഗ്രജപുത്രനാമംഗദൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാദി കർമ്മങ്ങളെ പുണ്യാഹ പര്യന്തമാഹന്ത ചെയ്ക നീ. രാമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവമൊരുക്കി തുടങ്ങിനാൻ. സൗമ്യയായുള്ളൊരു താരയും പുത്രനും ബ്രാഹ്മണ രോമമാത്യ പ്രധാനന്മാരും പൗരാജനങ്ങളുമായി നൃപേന്ദ്രോചിതം ഭേരേ മൃദംഗാദിവാദ്യകോശത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചത്
തസ്നാത്വാ ജഗാമ രഘുത്തമ സന്നിധൗ. മന്ത്രികളോടും പ്രണമ്യ പാദാംബുജ മന്ദർമുദ പറഞ്ഞാൻ കവി പുങ്കവൻ, രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണമിനി പൂജനാകും നിന്തിരുവടി സാദരം. ദാസനായുള്ളോരടിയനിത്തവ ശാസനയും പരിപാലിച്ചു സന്തതം. ദേവദേവേശതേ പാദപത്മദ്വയം സേവിച്ചു കൊള്ളുവൻ ലക്ഷ്മണനെ പോലെ. സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടൻ അഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘുത്തമൻ, നീ തന്നെ ഞാൻ അതിനില്ലൊരു സംശയം. പ്രീതനായി പോയാലും അശോമമജ്ഞയാം. രാജ്യാധിപത്യം പദ്യം നിനക്കു തന്നേനിനി പൂജന ചെന്നഭിഷേകം കഴിക്കണേ. നൂനമൊരു നഗരം പോകയുമില്ല ഞാനോ 14 സംവത്സരത്തോളം. സൗമിത്രി ചെയ്യും അഭിഷേകമാതരാൽ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജ്യാർത്ഥമഭിഷേചയ പ്രഭോ. സർവമധീനം നിനക്കു രാജ്യം സഖേ. ബാലിയെ പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊള്ളുക നീ. അദ്രിശിഖരെ വസിക്കുന്നതുണ്ടു ഞാൻ അദ്യപ്രഭൃതി ചാതുർമാസ്യമാകുലാൽ. പിന്നെ വരിഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ. തന്വങ്കിതാനിരിപ്പേടമറിഞ്ഞു വന്നെന്നോടു ചൊൽകയും വേണം മമ സഖേ. അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യസുഖത്തോടും ധാരാത്മജൈസ്തമം. രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോടു സുഗ്രീവനും ചെന്നു പുരീകുക്കഭിഷേകവും ചെയ്തു വന്നിതു രാമാന്തികെ സുമിത്രാത്മജൻ. പ്രവർഷണ പർവ്വതവാസം. സോദരനോടും പ്രവർഷണാഖ്യേ ഗിരൗ സാദരം ചെന്നു കരേറി രഘുത്തമൻ. ഉന്നതമുദ്വാശിഖരം പ്രവേശിച്ചു നിന്ന നേരമൊരു ഗഹ്വരം കാണായി. പാടികാദിത്തി കലർന്നു വിളങ്ങിന ഹാടകാദേശം മണിപ്രവരോജ്വലം. വാദവരീഷാഹി മാധവവാരണം പാദവ വൃന്ദാഫലമൂലസഞ്ജിതം. തത്രൈവ വാസായ രോഹയാമാസ സൗമിത്രിണ ശ്രീരാമഭദ്രൻ മനോഹരൻ. സിദ്ധയോഗീന്ദ്രാദിഭക്തജനം തഥാ മർത്യവേഷം പൂണ്ട നാരായണൻ തന്നെ. പക്ഷീമൃഗാതിരൂപം ധരിച്ചന്വഹം പക്ഷിധ്വജനെ ഭജിച്ചു തുടങ്ങിനാർ. താവരാജംഗമാജാതികളെ വരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ. രാഘവൻ തത്ര സമാധിവിരതനായ ഏകാന്തദേശേ മരുവും ദശാന്തരേ. ഏകദാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം. രാഘവനോടു ചോദിച്ചരുളിടിനാൻ, കേൾക്കയിലാഗ്രഹം പാരം ക്രിയാമാർഗമാഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപദേ. വർണ്ണാശ്രമികൾക്കു മോക്ഷദം പോലതു വർണ്ണിച്ചരുൾ ചെയ്യുക വേണം ദയാനിധേ. നാരദ വ്യാസ വിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു. നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ സത്യം പറയുന്നിതെന്നു കേൾക്കൊണ്ടു ഞാൻ. ഭക്തനായി ദാസനായുള്ളോരടിയന് നിത്യപ്രദമുപദേശിച്ചരുളണം. ലോകൈകനാഥ ഭവാനരുൾ ചെയ്കിലോ ലോകോപകാരകമാകയുമുണ്ടല്ലോ. ലക്ഷ്മണാനേവ ഉണർത്തിച്ച നേരത്ത് തർശനെ ശ്രീരാമദേവനരുൾ ചെയ്തു. ക്രിയാമാർഗ ഉപദേശം. കേൾക്ക നീയെങ്കിൽ മൽപൂജാവിധാനത്തിൽ ഓർക്കിലവസാനമില്ലെന്നറിയുക നീ. എങ്കിലും ചൊല്ലുവാനൊട്ടു സംക്ഷേപിച്ചു നിങ്ങളുള്ള ഒരു വാത്സല്യം മുഴുക്കയാൽ. തന്നെ ഗുഹ്യോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ. ആചാര്യനോടു മന്ത്രം കേട്ടു സാദരം ആചാര്യപൂർവമാരാധിക്കമാമിടോ. ഉൽക്കമാലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭഗവാങ്കിലാകിലോ മാമിടോ. മുഖ്യപ്രതിമാദികളിലെന്നാകിലും അക്കങ്കലാകിലും അപ്പിങ്കലാകിലും തണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമമെത്രയും വേദമന്ത്രോക്തങ്ങളായുള്ള മന്ത്രങ്ങൾ കൊണ്ടാതരാൽ
ലേപനാദിവിധി വഴി കാലേ കുടിക്ക വേണം. ദേഹശുദ്ധിയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കല്പമാകിയേ. ആചാര്യനായതോ ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്ത ശിലായം പ്രതിമാസം ശോഭനാർത്ഥം ചെയ്യുക വേണം ബ്രഹ്മാർജനം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിയുക നീ. മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമേക്കെന്നറിയുക നീ. അഗ്നൗ യജിക്ക ഹവിസ്സു കണ്ടാദരാലക്കനെ തണ്ടിലത്തിങ്കലെന്നാകിലോ മുമ്പിലെ സർവപൂജാദ്രവമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാലതിപ്രിയം ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യഭോജ്യാദികൾ എന്തു പിന്നെ പറയണമോ ഞാനിടോ. വസ്ത്രാജിന കുശാദ്യങ്ങളാൽ ആസനമുത്തമമായതു കൽപ്പിച്ചു കൊള്ളണം. ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്നാകിർമുദ ലിപിന്യാസം കഴിക്കണം. ചൈക തത്വന്യാസവും കേശവാദ്യേന ചൈക മമ മൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നെ മുമ്പിൽ വാമേ കലശം വെച്ചു ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷതാഭക്തേവ സംഭരിച്ചിടണം. അർഘ്യപാദ്യാദ്യനർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടയവും വെച്ചുകൊള്ളണം. വേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലം ജീവസംജ്ഞാം തടിദ്ദുജ്ജലം ഋൽക്കമാലെ ദൃഢം ധ്യാനിച്ചു കൊള്ളണം. പിന്നെ സ്വദേഹമഖിലം ത്വയാ വ്യാപ്തമെന്നുറക്കേണമിളക്കവും കൂടാതെ ആവാഹയൻ പ്രതിമാദിഷു മൽക്കലാം. ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം പാദ്യഭൂമർക്യം തഥാ മധുപർക്കമദ്യ ഉദ്യൈവ പുനഃസ്നാനവസ്ത്രൈവ ഭൂഷണൈ. എത്രയുണ്ടെന്നുള്ളതോ ഉപചാരമെന്നാലത് അത്രയും കൊള്ളാം എനിക്കെന്നതേയുള്ളൂ. അംഗമോക്ത പ്രകാരേണ നീരാജനേർധൂപദീപയർ നിവേദ്യൈ ബഹുവിസ്തരൈ ശ്രദ്ധയാ നിത്യയാ മർത്തിച്ചു കൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കുമറിയുക നീ. ഹോമാമഗസ്ത്യോക്ത മാർഗകുണ്ടാനലെ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നിയെ ഭക്ത്യ പുരുഷ സൂക്തം കൊണ്ടു മാമെടോ ചിത്തതാരിങ്കൽ നിനക്ക കുമാരനേ. ഔപാസനാഗ്നൗ ചരുണാഹവിഷാധ സോപാധിനാജൈക ഹോമം മഹാമദേ തപ്തജംബോ നദപ്രഖ്യം മഹാപ്രഭം ദീപ്താഭരണ വിഭൂഷിതം കേവലം മാമേവ വന്യമധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃദി ഭക്ത്യാ ബുദ്ധോത്തമൻ പാരിഷാദാനം ബലിദാനവും ചെയ്തു ഹോമശേഷത്തെ സമാപയൻ മന്ത്രവിൽ ഭക്ത്യാ ജപിച്ചുമം ധ്യാനിച്ചു മൗനിയായി വക്രവാസം നാഗവല്ലീദളാദിയും മദഗ്രേ മഹൽ പ്രീതിപൂർവകം നൃത്തഗേതി സ്തുതി പാഠാദിയും ചെയ്ത് പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസീമാമുറപ്പിച്ചു വിനീതനായി മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കേ നിധായാനന്ദപൂർവകം. രക്ഷമാം ഘോര സംസാരാദിതി മുഹൂർത്യ നമസ്കാരവും ചെയ്തനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രത്യങ്മഹസിംഗലിത്തം ദിനമനു പൂജിക്ക മനസ്സേ. ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുത നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കൽ ദേഹനാശേ മമ സാരൂപ്യവും വരും. ഐഹിക സൗഖ്യങ്ങൾ എന്നു ചൊല്ലേണമോ. ഇത്തം മയോക്തം ക്രിയായോഗമുത്തമം ഭക്ത്യാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്കിലോ നിത്യപൂജാഫലമുണ്ടവൻ എന്നതും ഭക്തപ്രിയനരുൾ ചെയ്താനു നേരം. മായാമയനായ നാരായണൻ വരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങിനാൻ. ഹാജനകാത്മജേ സീതേ മനോഹരേ ഹാജനമോഹിനി നാഥേ മമ പ്രിയേ. ഏവമാതി പ്രലാപം ചെയ്തു നിദ്രയും ദേവദേവനോ വരാതെ ചമഞ്ഞിതു സൗമിത്രി തന്നെ വാക്യാമൃതം കൊണ്ടു സൗമിക്യമോടു മരുവും ചില നേരം.
ഇങ്ങനെ വാഴുന്ന കാലമൊരു ദിനം അങ്ങു കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു പവനജൻ അഗ്രേ വണങ്ങി നിന്നേ കാന്തമാം വണ്ണം കേൾക്ക കവീന്ദ്ര നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം നിന്നുടെ കാര്യം വരുത്തിരുപ്പോത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരീപിച്ചില്ലാതേതുമെന്നുടെ മാനസേ തോന്നുന്നതിന്നഹോ ബാലി മഹാബലവാൻ കവി പുങ്കവൻ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തിക്കൊടുത്തിതോ രാജാഭിഷേകവും ചെയ്തു മഹാജനാഭോജ്യനായി താരയുമായിരുന്നിരുന്നേ എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്കനേ അത്യവാശോഭ പരശോധവാ തവ മൃത്യോ ഭവിക്കും അതിനില്ല സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും പർവ്വതാഗ്രേ നിജ സോദരൻ തന്നോട് മുർവീശ്വരൻ പരിതാപേന വാഴുന്നു നിന്നെയും വാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചതില്ലേതുമേ വാനരഭാവേന മാനിനി സക്തനായി പാനവും ചെയ്തോ മതി മറന്നന്വഹം രാപ്പകരോ മറിയാതെ വസിക്കുന്ന കോപ്പുകാൾ എത്രയും നന്നിങ്ങനെ അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനയും നിർണയം അഞ്ജനാനന്ദനൻ തന്നെ വാക്കു കേട്ടഞ്ജസ ഭേദനായൊരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞതു നിർണയം ഇത്തരം ചൊല്ലു മമാത്യനുണ്ടെങ്കിലോ പൃഥ്വീശനാപത്തുമെത്തുകയില്ലല്ലോ സത്വരാമെന്നുടെ ആജ്ഞയോടും ഭവാൻ പത്തുദിക്കിങ്കലേക്കു മയച്ചിടണം സപ്തദീപസ്ഥിതന്മാരായ വാനരാസപ്തമന്മാരെ വരുത്തുവാനായി ധൃതം നേരെ 10,000 കവിവീരരെ പാരാതയക്ക സന്ദേശപത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരണം കവികുലം പക്ഷം കഴിഞ്ഞോ വരുന്നതെന്നാണിലോ ബധ്യേന വദനയിലല്ലോ ഒരു സംശയം സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതുമേ അഞ്ജനാപുത്രനോടിത്തം നിയോഗിച്ച് മഞ്ജുള മന്ദിരം ബുക്കിരുന്നിടിനാൻ ഭർതൃനിയോഗം പുരസ്കൃത്യ മാരുതപുത്രനും വാനര സപ്തമന്മാരെയും പത്തുദിക്കേനോ മയച്ചാനഭീമദത്തപൂർവം കവീന്ദ്രന്മാരുമന്നേരം വായുവാക പ്രചാരേണ കവികുല നായകന്മാരെ വരുത്തുവാനായി മുതാ പോയി ദൂതാനമാനാതിതപ്തൃത്താത്മന മായ മനുഷ്യകാര്യാത്തമതിദ്രുതം